നമുക്കിനി QGISലെ രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കണം. ആദ്യ പ്രവർത്തനത്തിൽ നമ്മൾ കേരളത്തിൽ നടന്ന ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡുകളുടെയൊക്കെ വിവിധ ഡാറ്റകളാണ് മനസ്സിലാക്കി വെച്ചത്. ഇനി ഉരുൾപൊട്ടൽ സാധ്യത, ലാൻഡ് സ്ലൈഡുകളുടെയൊക്കെ സാധ്യത പരിശോധിക്കുന്ന രീതിയിലുള്ള ഒരു മാപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ എലവേഷൻ മോഡലാണ്, അഥവാ DEM എന്ന പേരിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഗ്രഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെയോ ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെയോ ചിത്രം കൃത്രിമ ഉപഗ്രഹങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി പകർത്തുകയും ആ ചിത്രത്തെ ഒരു 3D മോഡലിലേക്ക് മാറ്റിയതിന് ശേഷം സ്ഥലത്തിൻ്റെ ചെരിവ് തുടങ്ങിയ കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്ത് ആണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. QGISൽ ധാരാളമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഡിജിറ്റൽ എലവേഷൻ മോഡലുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോൾ വയനാടിൻ്റെ ഒരു DEM മോഡലാണ് നിർമ്മിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് QGIS ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം റാസ്റ്റർ ഇമേജ് ഫയലാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ലെയർ വരിക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആഡ് റാസ്റ്റർ ലെയർ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം നമുക്ക് റാസ്റ്റർ ഫയലാണ് ഇവിടെ ഉപയോഗിക്കാനുള്ളത് എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രവർത്തനത്തിൽ പരിചയപ്പെട്ടിട്ടുള്ളത് ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്നുള്ളതായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആഡ് റാസ്റ്റർ ലെയർ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഫയൽ ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ബ്രൗസ് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കൂൾ റിസോഴ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽ ലഭ്യമാണ്. അതിനകത്തുള്ള DEM_വയനാട്.tif എന്ന് പറയുന്ന ആ ഒരു മോഡൽ ഫയലിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ പാത്ത് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് വയനാടിൻ്റെ ഒരു ഇമേജ് വന്നിട്ടുള്ളത് കാണാം. ലെയേഴ്സിൽ വയനാടിൻ്റെ റാസ്റ്റർ ഇമേജ് ലെയറായിട്ട് പുതിയ ലെയറായിട്ട് വന്നിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് സ്ലോപ്പുകളുടെ വിവരങ്ങളും മറ്റും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഈ മെനുവിലേക്ക് വരിക. ഇതിൽ ടൂൾ ബോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി പറയാം, പ്രോസസ്സിംഗ് എന്നുള്ളതിൽ ടൂൾ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ Ctrl+Alt+T എന്ന ക്രമത്തിലുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. തിയറി പരീക്ഷയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതും നമ്മൾ ഒരുമിച്ച് പഠിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. Ctrl+Alt+T എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടോ ടൂൾ ബോക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടോ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിംഗ് ടൂൾ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു ഇമേജിലേക്ക് നമ്മൾ സ്ലോപ്പിൻ്റെ ഡാറ്റയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ GDAL എന്ന ഭാഗത്ത് ഇടതുവശത്താക്കി കാണുന്ന ഈ ഒരു ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു മെനു വീണ്ടും ഓപ്പൺ ആവുന്ന കാണും. അതിൽ റാസ്റ്റർ അനാലൈസിസ് എന്ന് പറയുന്ന ഭാഗത്ത് ആരോയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന നീണ്ട ലിസ്റ്റിൽ സ്ലോപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട്
ശ്രദ്ധിക്കേണ്ടത്. അതിലാദ്യത്തേത് എന്ന് പറയുന്നത് ഇവിടെ ഇൻപുട്ട് ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ള റാസ്റ്റർ ഇമേജ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് റാസ്റ്റർ ഇമേജ് എന്നുള്ളത് സെലക്റ്റായിട്ട് കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് വരുന്നത് റേഷ്യോ ഓഫ് വെർട്ടിക്കൽ യൂണിറ്റ് ടു ഹൊറിസോണ്ടൽ എന്നത് 1 എന്നുള്ള വാല്യൂവിലാണ് കിടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഈ സ്ലോപ്പ് എന്ന ഭാഗത്ത് നമുക്കിത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ തൊട്ടടുത്തുള്ള ഈ ഒരു 3 ഡോട്ട് വരുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഒന്നെങ്കിൽ നമുക്ക് സേവ് ടു എ ടെമ്പററി ഫയൽ എന്നുള്ളത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് സേവ് ടു ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടേക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക് ടോപ്പിൽ സ്ലോപ്പ് എന്ന പേരിൽ സേവ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നെയിം സ്ലോപ്പ് എന്ന് കൊടുത്തു, സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ അഡ്രസ്സ് വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് 3 കാര്യങ്ങൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇൻപുട്ട് ലെയർ ഇത് തന്നെയാണ്, DM_വയനാട് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. റേഷ്യോ ഓഫ് വെർട്ടിക്കൽ യൂണിറ്റ്സ് ടു ഹൊറിസോണ്ടൽ എന്നുള്ളത് 1 തന്നെയാണ് വാല്യൂ എന്ന് ഉറപ്പ് വരുത്തുക. സ്ലോപ്പിൻ്റെ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. റൺ ആയി കഴിഞ്ഞാൽ ആ ഡയലോഗ് ബോക്സ് ഈ രീതിയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വയനാടിൻ്റെ റാസ്റ്റർ ഇമേജിലേക്ക് സ്ലോപ്പുകളുടെ ഡാറ്റ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് സിംഗിൾ നിറത്തിലാണ് ഇത് കാണുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാനുള്ളത്, നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ലെയേഴ്സിലേക്ക് വരിക. ലെയേഴ്സിൽ ഇപ്പോൾ 2 ലെയർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്ലോപ്പിൻ്റെ അവിടെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ സ്ലോപ്പിൻ്റെ ഡാറ്റ കാണാതാവുന്നത് നിങ്ങൾക്കിപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിയും. ഞാനതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. സ്ലോപ്പിൽ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മൗസ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താനുണ്ട്. ആദ്യമായിട്ട് റെൻഡർ ടൈപ്പ് എന്നുള്ള ഭാഗത്ത് സിംഗിൾ ബാൻഡ് ഗ്രേ എന്നായിരിക്കും കിടക്കുക. അതൊന്ന് ക്ലിക്ക് ചെയ്ത് സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. അത് മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ താഴത്തേക്ക് പലതരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ഇനിയൊന്ന് മാറ്റാനുള്ളത് താഴെ മോഡ് എന്നുള്ളിടത്ത് കണ്ടിന്യൂസ് എന്നായിരിക്കും കിടക്കുക. അതൊന്ന് മാറ്റിയിട്ട് ഈക്വൽ ഇൻ്റർവെൽ എന്ന് കൊടുക്കുക. ഈക്വൽ ഇൻ്റർവെൽ കൊടുത്ത ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ക്ലാസസ് എന്ന് പറയുന്ന ഭാഗം ആക്റ്റീവായി. ഇവിടെ 5 എന്നുള്ളത് മാറ്റി 11 ക്ലാസ്സുകളാക്കിയിട്ട് നമ്മൾ അതിനെ തിരിക്കുക. 11 ആക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കളർ റാമ്പ് മാറ്റാവുന്നതാണ്. ഈ ആരോ മാർക്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ കളറിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്താനാണ് നമുക്ക് കഴിയുള്ളൂ. അതായത് തുടക്കത്തിൽ നിന്നും അവസാനത്തിലേക്കുള്ള 2 കളറുകൾ സെലക്ട് ചെയ്യുകയും അതിലേക്കുള്ള വേരിയേഷൻസ് കാണുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. കളറിൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റ് തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ടർബോ എന്ന് പറയുന്നത് എടുത്ത് നോക്കുന്നുണ്ട്. അവിടെ അപ്പോഴത്തേക്കൊന്ന് മൊത്തത്തിൽ മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ സ്പെക്ട്രൽ എന്നുള്ളതാണ് നേരത്തെ സെലക്ഷനിലുണ്ടായിരുന്നത്, അതിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇത്രയും മാറിക്കഴിഞ്ഞാൽ വാല്യൂ കളർ ലേബൽ എന്ന ഭാഗത്ത് വന്ന് നമുക്കിതിൻ്റെ വാല്യൂസ് മാറ്റേണ്ടതുണ്ട്. കളർ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ ഷെയ്ഡുകൾ വളരെ സാമ്യമുള്ള രീതിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഷെയ്ഡുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് വേണമെങ്കിൽ കളറിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ജസ്റ്റ് കളർന്ന് മാറ്റി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറുകൾ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കളറുകൾ
മാറ്റി കുറച്ചും കൂടെ ക്ലിയർ ആക്കാം എന്നുള്ളതാണ്. നമുക്കിവിടെ മാറ്റാനുള്ളത് വാല്യൂസ് എന്ന ഭാഗമാണ്. ഇവിടെ ആദ്യത്തേതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, 0 തന്നെയാണ്. തുടർന്ന് ഓരോ തവണയും നമ്മളിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യണമെന്നില്ല. ആദ്യത്തേതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ഒരു തവണ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാല്യൂവിലേക്ക് അതെത്തും. അടുത്തതിലെ 5 എന്ന് നമ്മൾ മാറ്റുന്നു. അതിനടുത്തത് 10 എന്ന് മാറ്റുന്നു. അടുത്തത് 15. ഇനി അങ്ങോട്ട് 10ൻ്റെ ഇൻ്റർവെല്ലിലാണ് അത് മാറുന്നത്. 20, 30, 40, 50, 60, 70, 80 അങ്ങനെ 0 മുതൽ 80 വരെ എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാനുള്ളത് അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കളറ് മൊത്തത്തിൽ മാറി അതിൻ്റെ സ്ലോപ്പും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടാവും. നമുക്കിപ്പോൾ ഈ കളറല്ല വേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. നമുക്ക് ഈ കളർ ഒന്നുകൂടി ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ചേഞ്ച് ഒന്ന് നമുക്ക് കുറച്ചുകൂടി എങ്ങനെ വ്യക്തമാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഇതൊന്ന് മാറ്റാണ്. ഇത് മാറ്റി ഈ ഒരു രീതിയിലേക്ക് വെച്ചു. ഇനി ഞാൻ ഇതൊന്ന് കളറൊന്ന് ഓക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും. കുറച്ചുകൂടി അത് മാറ്റം വന്നു. ഇവിടെ നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രശ്നബാധിതമായിട്ട് കാണുന്നത് എന്നുള്ളത് കൂടുതലായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കളറിലെ ചേഞ്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് കളറുകൾ പല രീതിയിലേക്ക് മാറ്റി കുറച്ചുകൂടി സമയമെടുത്ത് കളർ കോമ്പിനേഷൻസിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെയൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ അതിന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കളർ ഏത് വേണം എന്നുള്ളത് നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കളർ വരുന്നത് റെഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത കളറിൽ തുടങ്ങി, ആദ്യത്തെ കളറിൽ തുടങ്ങി അവസാനത്തെ കളറിൽ അവസാനിക്കുന്ന രീതിയിലാണ് അത് വീണ്ടും റീസെറ്റായിട്ട് വരുന്നത്. ഇവിടെ ഞാൻ ഒന്നുകൂടി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കളറിൽ വീണ്ടും മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ചില ഭാഗങ്ങൾ ഇതാണ്ടോ റെഡിൽ കാണുന്നുണ്ട്. ഈ റെഡിൽ കാണുന്ന ഭാഗങ്ങൾ സ്ലോപ്പിൽ നല്ല വ്യത്യാസമുള്ള ഭാഗങ്ങളാണ് എന്നുള്ള കഴിയും. ഇവിടെ ചില ഭാഗങ്ങൾ ബ്ലൂ ആണ്, ചിലത് ഗ്രീൻ ആണ്, എന്നാൽ ചില ഭാഗങ്ങൾ ഓറഞ്ചിലേക്ക് കാണുന്നുണ്ട്. അത് ആ സ്ലോപ്പിൻ്റെ വ്യത്യാസങ്ങളാണ് നമുക്കവിടെ വ്യക്തമാക്കി തരുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ മാപ്പ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് ഒരിക്കലും ഒരു മാപ്പായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്കിതിനെ പ്രിൻ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ മാപ്പിനെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യണം. പ്രൊജക്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് വന്ന് ന്യൂ പ്രിൻ്റ് ലേഔട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിൻറ്റിൻ്റെ പേര് കൊടുക്കാം. ഫയലിൻ്റെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരുന്നു. ആ നമ്മൾ കൊടുത്ത ഫയൽ പേര് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിലേക്ക് മാപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കിവിടെ 3 ബട്ടണുകളാണ് കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കാനുള്ളത്. ആദ്യത്തേത് ആഡ് മാപ്പ് എന്ന് പറയുന്ന ഈ ടൂളാണ്. അതായത് ഇടതുവശത്ത് മുകളിൽ നിന്നും 6ാമത് നിൽക്കുന്ന ആഡ് മാപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയും ഡയഗണൽ രീതിയിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയും ചെയ്ത് സെലക്ഷൻ വിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് നമ്മുടെ മാപ്പ് വന്നിരിക്കുന്നത് കാണാൻ കഴിയും. അത് നമുക്ക് ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മാപ്പ് മാത്രം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമാവില്ല. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൂചകങ്ങൾ, മാപ്പിൻ്റെ റേഷ്യോസ് വേണ്ടി വരും. അതേപോലെ ഓരോ നിറവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്
ആഡ് ലേബൽ എന്നുള്ള ഓപ്ഷനും ആഡ് ലെജൻഡ് എന്ന് പറയുന്ന ഓപ്ഷനുമാണ്. ഞാനിവിടെ ആഡ് ലേബൽ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തൊരു ബോക്സ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലേബലുകൾ, മാപ്പിൻ്റെ ലേബൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമുക്കത് എഡിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ വയനാട് എന്ന് ടൈപ്പ് ചെയ്താൽ അവിടെ അത് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്താനുസരണം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയുള്ളത് ആഡ് ലെജൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്ത് ഞാനിതാ ഇടതുവശത്തൊന്ന് ഡ്രാഗ് ചെയ്തൊരു ബോക്സ് ആക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാണും. നമ്മൾ ഉപയോഗിച്ച നിറം ഏതാണ്, അതിൻ്റെ 0 to 80 എന്നുള്ള ഒരു കണ്ടീഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 ലെയറിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വയനാട് എന്ന മാപ്പിൻ്റെയും രണ്ടാമത്തെ സ്ലോപ്പിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇത്രയുമായി ഇനി നമുക്കിത് സേവ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 2 രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. ഇമേജായിട്ടും ചെയ്യാം, PDF ആയിട്ടും നമുക്ക് ചെയ്യാം. അതിന് ലേഔട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ആസ് ഇമേജ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ആസ് SVG എന്നുള്ള രീതിയിലോ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള രീതിയിലോ നമുക്ക് ഉപയോഗിക്കാം. എക്സ്പോർട്ട് ആസ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ PNG ഫോർമാറ്റിലാണ് അത് സേവ് ആവുക. എക്സ്പോർട്ട് ആസ് PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് അത് മാറുന്നതായിരിക്കും. നമ്മളിപ്പോൾ PDF ആയിട്ടൊന്ന് സേവ് ചെയ്യാണ്. ഡെസ്ക്ടോപ്പിൽ തന്നെ ഒന്ന് സേവ് ചെയ്യുന്നു. സേവ് ബട്ടണിൽ കൊടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന .tif എന്ന് പറഞ്ഞ ഫയലും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കിയ മാപ്പ് PDF രൂപത്തിലും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മൾ കൊടുത്ത പേര് മുകളിൽ വന്നിട്ടുണ്ട്, ലെജൻഡ് ഇവിടെ വന്നിട്ടുണ്ട്, മാപ്പും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി നമുക്കിത് പ്രിൻ്റ് എടുക്കുകയോ അതല്ലെങ്കിൽ മറ്റ് രീതിയിലേക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പാഠപുസ്തകത്തിൽ QGISൻ്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് മറുപടി തന്ന് പരിഹരിക്കുന്നതായിരിക്കും. ഇനി കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി കമൻറ്റിൽ പറഞ്ഞ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ തന്ന് നമ്മുടെ വീഡിയോസ് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കേണ്ടതാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.